അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ പ്രവാസ ജീവിതം 4-ാം ഭാഗം ആരംഭിക്കുന്നു. ഞാൻ കൊച്ചിൻ എയർപോർട്ടിൽ ഇറങ്ങി അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ ആരും പരിചയമില്ലാത്ത ആളുകൾ, എങ്കിലും ഒരാളെ എനിക്ക് കൂട്ടായി കിട്ടി. ഞാൻ അയാളുടെ കൂടെ നടന്നു. കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അതിനിടയ്ക്ക് ഉള്ളിലേക്ക് കിടക്കാനായി സമയമായി. ഓരോരുത്തരായി ക്യൂവിൽ കാത്തു നിന്നു. എനിക്ക് അറബികളെ കണ്ടപ്പോൾ ഭയം തോന്നി. എന്തായിരിക്കും ഇവർ ചോദിക്കുക, എന്ത് ഞാൻ ഇവരോട് മറുപടി പറയും എന്നൊക്കെയുള്ള ഭയമായിരുന്നു. അതിനിടയ്ക്ക് എന്നെയും വിളിച്ചു. ഞാനെത്തി. ചിരിച്ചുകൊണ്ട് ഞാൻ അസ്സലാമു അലൈക്കും എന്ന് അവരോട് സലാം ചൊല്ലി. അവർ സലാം അടക്കി കൈഫഹാൽ എന്ന് ചോദിച്ചു. ഞാൻ അൽഹംദുലില്ലാ സൈൻ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. മദ്രസയിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും സംസാര ഭാഷകളൊന്നും തന്നെ മദ്രസയിൽ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മാർക്കിന് വേണ്ടിയുള്ള പഠിപ്പായിരുന്നല്ലോ അന്നൊക്കെ. അതുകൊണ്ട് തന്നെ കൈഫഹാലും സൈനും ഒന്നും പഠിക്കാൻ നേരം കിട്ടിയില്ല. ആയാലും ആ സമയത്ത് ഞാൻ ഓർത്തത് സ്കൂളിൽ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും പഠിക്കുമ്പോഴുണ്ടായിരുന്ന അറബിയാണ്. നമ്മുടെ MLA വളവിലെ അറബി ടീച്ചർ നല്ല പോലെ അന്ന് പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇത് കേട്ടപ്പോൾ അറബി ടീച്ചറാണ് ഓർമ്മ വന്നത്. എന്തായാലും ടീച്ചർക്ക് അല്ലാഹു ആരോഗ്യം, ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ, ആമീൻ. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നും പാസ്പോർട്ട് വാങ്ങി അതിൽ സീലടിച്ചു കയ്യിൽ തന്നു. ഞാനങ്ങനെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഫ്ലൈറ്റിൽ കയറാൻ സമയത്ത് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്തു. പടച്ചവനെ, ആകാശത്തിലൂടെ പോകുന്ന ഈ ഒരു വാഹനത്തിൽ ആദ്യമായാണ് പോകുന്നത്. റബ്ബേ, നീ വിഷമൊന്നും കൂടാതെ സമാധാനത്തോടും സന്തോഷത്തോടും ദീർഘായുസ്സോടും കൂടി അവിടെ എത്തിച്ചു തരണേ റബ്ബേ എന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്തു. ഹൃദയം നല്ല പോലെ ഇടിക്കുന്നുണ്ടായിരുന്നു. എന്തായിരിക്കും അടുത്ത അവസ്ഥ എന്ന് പലരും പറയാറുണ്ട്. മുകളിലേക്ക് കുതിക്കുമ്പോഴുള്ള ഒരു വിഷമം, ആ സമയത്ത് നെഞ്ഞാകെ ഒരു കാളിച്ച പോലെ തോന്നും. അതുപോലെ തന്നെ സംഭവിച്ചു. ഫ്ലൈറ്റിൽ മുകളിലേക്ക് പാഞ്ഞതും നെഞ്ചിൽ നിന്ന് എന്തൊക്കെയോ തീക്കാറ്റ് പോലൊക്കെ തോന്നി. എങ്കിലും പുറത്തേക്ക് ഭയം കാണിക്കാതെ അങ്ങനെ ഇരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ ഷാർജ എയർപോർട്ടിൽ ഇറങ്ങി. അപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അൽഹംദുലില്ലാ 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 എന്ന് അല്ലാഹുവിനെ ഒരുപാട് സ്തുതിച്ചു. യാതൊരു വിഷമവുമില്ലാതെ ഇവിടെ എത്തിച്ച് തന്നല്ലോ എന്ന്. അങ്ങനെ ചെക്കിങ്ങും മറ്റും കഴിഞ്ഞ് ലഗേജെല്ലാം എടുത്ത് പുറത്തേക്കിറങ്ങി. അവിടെ സന്തോഷത്തോടു കൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി എന്നെ സ്വീകരിക്കാനായി എൻ്റെ സാബിയുടെ കുഞ്ഞുപ്പയും മാമയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർ എൻ്റെ ബാഗ് വാങ്ങി സലാം ചൊല്ലി എന്നെ ആലിംഗനം ചെയ്ത് രണ്ടുപേരും സന്തോഷത്തോടു കൂടി വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നെ കാറിൽ കയറ്റി. വീട്ടിലെ വിശേഷങ്ങളും മക്കളുടെയും ഭാര്യയുടെയും കുടുംബത്തിലെ എല്ലാവരുടെയും വിശേഷങ്ങൾ അവർ ചോദിച്ച് അങ്ങനെ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഞങ്ങൾ മാമയുടെ വീട്ടിലെത്തി.